ഹലോ ഫ്രണ്ട്സ്, എക്സൽ ഹെൽപ്മേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്നത് ഒരു ഡൈനാമിക് പിവറ്റ് ടേബിൾ എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് പിവറ്റ് ടേബിളിനെ എങ്ങനെ ഡൈനാമിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഡൈനാമിക് മീൻ ചെയ്യുന്നത് ഡേറ്റ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പിവറ്റ് ടേബിൾ അപ്ഡേറ്റ് ആയി വരുന്നതിനെയാണ്. നോർമലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പിവറ്റ് ടേബിൾ എപ്പോഴും സ്റ്റാറ്റിക്കിലായിരിക്കും. യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു ഡൈനാമിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പല പല ഐഡിയാസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു പ്രൊഫഷണൽ രീതിയിൽ എങ്ങനെ ഒരു പിവറ്റ് ടേബിൾ ഡൈനാമിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പിവറ്റ് ടേബിൾ, ഒരു സ്റ്റാറ്റിക് പിവറ്റ് ടേബിൾ റെഡിയാക്കി എടുക്കാം. എനിക്ക് ഈ ഒരു റിസൾട്ട് വേണ്ടത് ഈ ഒരു ഷീറ്റിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കിയതിന് ശേഷം ആ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു പിവറ്റ് ടേബിൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഞാൻ രണ്ട് എലമെൻറ്റ്സ് ഞാനൊരു പിവറ്റ് ടേബിളിൻ്റെ ആ ഒരു ഫീൽഡിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഇവിടെ ഒരു പിവറ്റ് ടേബിൾ ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ക്രിയേറ്റായി വന്നിരിക്കുന്ന പിവറ്റ് ടേബിൾ ഒരു സ്റ്റാറ്റിക് പിവറ്റ് ടേബിളാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലായിട്ട് ഞാനൊരു എംപ്ലോയിയും കൂടെ ആഡ് ചെയ്യുവാണ്. ഓക്കെ, ഇനി ഈ ഒരു പിവറ്റ് ടേബിൾ ഞാൻ റിഫ്രഷ് ചെയ്യുന്നതോടുകൂടി എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ആ ഒരു ന്യൂ എംപ്ലോയിയുടെ നെയിമും കൂടെ ആഡായി വരുമോ എന്ന് നോക്കാം. റിഫ്രഷ് ചെയ്തതിന് ശേഷം ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു പിവറ്റ് ടേബിൾ സ്റ്റാറ്റിക് ആണ് എന്ന് പറയാൻ കാര്യം. മറ്റ് വീഡിയോകളെല്ലാം പറയുന്നത് പിവറ്റ് ടേബിളിൻ്റെ റേഞ്ച് എഡിറ്റ് ചെയ്തുകൊണ്ടാണ്. നമ്മളിന്നിവിടെ ഉപയോഗിക്കുന്നത് ഒരു ഫോമുലയാണ്, അതായത് ഓഫ്സെറ്റ് ഫോമുലയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഫോമുലയിലെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് റെഫറൻസ് ആണ്. അതായത് നമ്മുടെ റെഫറൻസ് ടേബിളിൻ്റെ ഫസ്റ്റ് സെല്ലാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് സെല്ല് A1 ആണ്. അത് സെലക്ട് ചെയ്ത് ഞാൻ കോൺസ്റ്റൻ്റ് ആക്കുവാണ്. അതിനുശേഷം നമുക്കൊരു കോമ കൊടുക്കാം. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് റോയാണ്. ടേബിളിലെ ഫസ്റ്റ് സെല്ലാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഓൾവേസ് ഇവിടെ ഒരു 0 കൊടുത്തിട്ട് നമുക്ക് കോമ കൊടുക്കാം. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് കോളമാണ്. ഇതും സെയിം നമുക്കൊരു 0 കൊടുത്തിട്ട് കോമ കൊടുക്കാം. നെക്സ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മുടെ ടേബിളിന് എത്ര ഹൈറ്റ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ആക്ച്വലി നമുക്കറിയില്ല ഈ ഒരു ടേബിൾ നമ്മൾ ഇനി എത്ര ഡേറ്റ ഇൻസേർട്ട് ചെയ്യുമെന്ന് ആക്ച്വലി നമുക്കറിയില്ല. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഫോമുല ഉപയോഗിക്കാം. അതിനായിട്ട് ഉപയോഗിക്കേണ്ടത് കൗണ്ട് A ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഒരു കോളം ഫുള്ള്, ഫസ്റ്റ് കോളം ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് ചെയ്ത ആ ഒരു വാല്യൂ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കിയതിന് ശേഷം ഒരു ബ്രാക്കറ്റ് കൊടുത്ത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഒരു കോമ കൊടുക്കാം. അടുത്ത ആർഗ്യുമെൻറ്റ് വിഡ്ത്താണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു ടേബിളിൽ എത്ര കോളംസും കൂടെ നമ്മളിനി ആഡ് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ആക്ച്വലി നമുക്കറിയില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരു കൗണ്ട് A ഉപയോഗിക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഒരു ഫുള്ള് ആ ഒരു റോയും സെലക്ട് ചെയ്ത് കൊടുക്കുക. വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കിയതിന് ശേഷം ബ്രാക്കറ്റ് കൊടുത്ത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം എഗെയിൻ ഒരു ബ്രാക്കറ്റ് കൊടുത്ത് ഈ ഒരു ഫോമുല ഫുള്ള് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫോമുല റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ഫോമുല. അതിനുശേഷം ഈ ഒരു ഫോമുല നമുക്ക് ഫുള്ളൊന്ന് കോപ്പി ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫോമുല ടാബ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഡിഫൈൻ നെയിം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് കാണാം. ഞാനിവിടെ ഒരു നെയിം കൊടുക്കുവാണ്. ഞാനിവിടെ ഡൈനാമിക് പിവറ്റ് ടേബിൾ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഒരു ഫോമുലയുടെ ഒരു റെഫറൻസ് കാണാം. ആ ഒരു റെഫറൻസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോമുല അവിടെ പേസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ടൈപ്പ് ചെയ്തെടുത്ത ഫോമുല ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പിവറ്റ് ടേബിളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അനലൈസ് ടാബ് ഓപ്പൺ ചെയ്യുക. അതിൽ ചേഞ്ച് ഡേറ്റ സോഴ്സ് സെലക്ട് ചെയ്യുക. നോർമലി എല്ലാവരും പുതിയൊരു ഡേറ്റ ടേബിൾ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു സോഴ്സ് റീസെലക്ട് ചെയ്തുകൊണ്ടിട്ടാണ് അവർ ആ ഒരു ഡേറ്റയും കൂടെ നമ്മുടെ പിവറ്റ് ടേബിൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ പക്ഷേ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടേബിൾ റേഞ്ച് ഫീൽഡ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫോമുലയിൽ നെയിം കൊടുത്ത് സേവ് ചെയ്ത ആ ഒരു നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാം ആ ഒരു ഫീൽഡ് നമുക്കിവിടെ ആഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡേറ്റയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ പിവറ്റ് ടേബിൾ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം.
ഓക്കെ, ഇപ്പോൾ ന്യൂ ആഡ് ചെയ്ത ആ ഒരു നെയിമും ഈ പിവറ്റ് ടേബിൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു കോളം ഇൻസേർട്ട് ചെയ്ത് നോക്കാം. സം കാണാനുള്ള ഷോർട്ട് കട്ട് കീ ഓൾട്ട് = ആണ്. ഓക്കെ, നമ്മളിപ്പം ടേബിളിൽ ഒരു കോളം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാല്യൂ നമ്മുടെ പിവറ്റ് ടേബിളിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് ഷോ പിവറ്റ് ടേബിൾ എടുക്കുക. ഇപ്പോൾ ഇവിടെയാണ് ആ ഒരു ഫീൽഡ് വരേണ്ടത്. നമുക്ക് ഈ ഒരു ടേബിൾ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഒരു ടേബിളും ഇതിൽ ഇൻസേർട്ട് ആയിട്ടുണ്ട്. യൂട്യൂബിലെ മറ്റ് വീഡിയോകളെല്ലാം ഒരു പിവറ്റ് ടേബിൾ ഡൈനാമിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആ ഒരു ഡേറ്റ ഫീൽഡിൻ്റെ റേഞ്ച് എഡിറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ ഫീൽഡ് ടേബിളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നിട്ടൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു പ്രൊഫഷണൽ മെത്തേഡായിട്ട് നമുക്കൊരു പിവറ്റ് ടേബിളിനെ എങ്ങനെ ഡൈനാമിക്കാക്കി ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിളാണ്. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.